യോർദാൻ നദിയുടെ തീരങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ജൂദയ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ സ്വരം, ലോകരക്ഷകന്റെ പാതയൊരുക്കുവാൻ സത്യത്തിനും നീതിക്കും വേണ്ടി വിപ്ലവകാരിയുടെ ചങ്കുറ്റത്തോടെ കാലത്തിന്റെ പൂർത്തീകരണത്തിൽ നമുക്കായി രക്തം ചൊരിഞ്ഞ ആ വീരപുരുഷന്റെ കഥ. ഇൻഫന്റ് ജീസസ് ചർച്ച് നിങ്ങൾക്കായി സ്നേഹപൂർവം കാഴ്ചവെക്കുന്നു സ്നാപക യോഹന്നാൻ. രചന സംവിധാനം ടോം ആൻഡ് സലോമി. എവിടെ റബ്ബി? ബലിയർപ്പണം കഴിഞ്ഞ് മടങ്ങേണ്ട സമയമായല്ലോ. ഒരു പക്ഷേ അദ്ദേഹം ആഴമായ പ്രാർത്ഥനയിലാവും. എന്തു പറ്റി റബ്ബി? അദ്ദേഹത്തിന് ദൈവത്തിന്റെ വെളിപാടുണ്ടായി കാണും. വെളിപാടുണ്ടായാൽ അദ്ദേഹം സംസാരിക്കേണ്ടതല്ലേ? ഭയന്നിട്ടുണ്ടാവും. ദൈവ തേജസ്സിന് മുന്നിൽ ആരാണ് തളരാത്തത്? കുറെ കഴിയുമ്പം അദ്ദേഹം പഴയതുപോലെ സംസാരിക്കും. ശരിയാണ്, അദ്ദേഹം വിശ്രമിക്കട്ടെ, നമുക്ക് പോകാം. എന്തായാലും ബലിയർപ്പണം കഴിഞ്ഞല്ലോ. യഹോവേ, അങ്ങേക്ക് നന്ദി. അവിടുന്ന് എന്തിനാണ് ഈ ജോലി ചെയ്യുന്നത്? എഴുന്നേറ്റാലും ഞാൻ ചെയ്തു കൊള്ളാം. സൂസന്നെ, നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. അലസമായിരുന്ന് യഹോവയെ വേദനിപ്പിക്കണോ? എൻ്റെ യഹോവ എൻ്റെ പ്രവൃത്തികളിൽ സംതൃപ്തനാകണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. നോക്കൂ സൂസന്നെ, ഈ വർഷം എത്രയധികം ഫലമായി യഹോവ തന്നത്. ഈ ഈന്തപ്പഴത്തിന് എല്ലാ വർഷത്തേക്കാളും സ്വാദും നിറവുമുണ്ട്. പ്രകൃതിക്കു പോലും ഒരു മാറ്റം. പൂക്കളും കായ്കളുമൊക്കെ വളരെ കൂടുതൽ. എന്തോ എൻ്റെ ഉള്ളം വല്ലാത്തൊരു ആനന്ദം കൊണ്ട് നിറയുന്നു. വാഗ്ദാനം ചെയ്ത് നാം കാത്തിരിക്കുന്ന രക്ഷകന്റെ വരവിന് സമയമായോ ആവോ? യഹോവേ, ഈ അയോഗ്യയ്ക്ക് എൻ്റെ രക്ഷകനെ കാണാൻ സാധിക്കുമോ? അവിടുന്ന് എത്ര അധികമായി യഹോവയെ സ്നേഹിക്കുന്നു. യഹോവ തീർച്ചയായും അങ്ങയുടെ പ്രാർത്ഥന കേൾക്കും. സൂസന്നെ, അത് റബ്ബി വരുന്നു. പോയി വെള്ളം എടുത്തു വരൂ. എന്തു പറ്റിയോ ആവോ? മുഖം വല്ലാതുണ്ടല്ലോ. ക്ഷീണിച്ചിട്ടുണ്ടാവും. സൂസന്നെ, അല്പം കുടിക്കാൻ കൂടി എടുത്തോ. ഇതാ ഇപ്പൊ കൊണ്ടുവരാം. എന്തു പറ്റി പ്രഭോ? അങ്ങ് വല്ലാതിരിക്കുന്നല്ലോ. സുഖമില്ലേ? അല്ല, അങ്ങ് എന്താണ് സംസാരിക്കാത്തത്? സൂസന്നെ, വേഗം കൊണ്ടുവരൂ. ഇതാ ഇതിലങ്ങ് എഴുതിയാലും. യഹോവേ, ഈ ജന്മത്തിന്റെ സായാഹ്നത്തിൽ അങ്ങ് ഈ വൃദ്ധയെ ഉദരഫലം നൽകി അനുഗ്രഹിക്കുന്നുവെന്നോ? അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. ഈ അടിയങ്ങളുടെ സംശയത്തെ നീക്കി അനുഗ്രഹിക്കണമേ.
സൂസന്നെ, നോക്കൂ, അതാരാ വരുന്നത്? മേരിയാണോ? കണ്ണ് ശരിക്ക് പിടിക്കുന്നില്ലല്ലോ. അതെ അതെ, അത് അവിടത്തെ പ്രിയ മേരി തന്നെ. ഇളയമ്മേ, ഇളയമ്മേ, എന്റെ കർത്താവിന്റെ അമ്മ, അവിടുന്ന് എന്റെ അടുത്ത് വരുവാനുള്ള യോഗ്യത എനിക്കെവിടെ നിന്ന്? മേരി, നിന്റെ അഭിവാദന സ്വരം ശ്രവിച്ചതേ എന്റെ മകൻ എന്റെ ഉദരത്തിൽ കുതിച്ചു ചാടി. ഇതാ ഇപ്പോഴും അവൻ ആനന്ദത്തിലാണ്. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച നീ ഭാഗ്യവതിയാണ്. എത്ര നാൾ നീ എന്നോടൊപ്പം ഉണ്ടാവും? ഇനി ഇളയമ്മയുടെ പ്രസവം കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. യഹോവയുടെ അനുഗ്രഹമായ ഈ മകനെ കാണാതെ എനിക്ക് പോകുവാൻ സാധിക്കുമോ ഇളയമ്മേ? മേരി, നിന്റെ സാമീപ്യം എത്രയോ ഭാഗ്യമുള്ളതാണ്. എന്റെ കർത്താവിന്റെ അമ്മയുടെ സേവനം എനിക്കും എന്റെ കുഞ്ഞിനും ലഭിക്കുന്നതിലും പരം ഭാഗ്യം എനിക്കുണ്ടാകുന്നത് എങ്ങനെ? ഇത് എന്റെ കർത്തവ്യമല്ലേ ഇളയമ്മേ? മകളെ, നിന്നെ ബാല്യം മുതൽ അറിഞ്ഞവളല്ലേ ഞാൻ. 3 വയസ്സിൽ ദേവാലയത്തിൽ നിന്നെ സമർപ്പിക്കുമ്പോൾ മുതൽ പ്രായപൂർത്തിയായി തിരിച്ച് അന്നയുടെയും യോവാക്കിമിന്റെയും അടുത്തേക്ക് പോകുന്നതുവരെ ഞാനല്ലേ നിന്നെ കണ്ടത്. മറ്റുള്ളവരെ സഹായിക്കാൻ നീ എപ്പോഴും മുന്നിലായിരുന്നു. നിന്റെ എളിമ, ദൈവഭയം, ജ്ഞാനം, അനുസരണശീലം ഇതൊക്കെ ആരിലും കാണാൻ കഴിയില്ല കുഞ്ഞേ. ഒക്കെ പഠിച്ചത് ഞാൻ ഇളയപ്പനിൽ നിന്നും ഇളയമ്മയിൽ നിന്നും അല്ലേ? അല്ല, രണ്ടുപേരും ഇവിടെ തന്നെ നിന്ന് പറയാനതെല്ലാം തീർക്കുവാണോ? മേരി കുഞ്ഞ് ഇവിടെ ഇനി കുറെ നാളുണ്ടല്ലോ. നിങ്ങൾ രണ്ടാളും വന്നാട്ടെ, ഞാൻ അത്താഴം ഒരുക്കിയിട്ടുണ്ട്. ഇനി വല്ലതും കഴിച്ചിട്ട് ബാക്കി പറയാം. ശരിയാ, മേരിക്ക് നല്ല യാത്രാക്ഷീണമുണ്ട്. ഇവളെ കണ്ട സന്തോഷത്തില് ഞാൻ എല്ലാം മറന്നു. സൂസന്നെ, സുഖമായിരിക്കുന്നുവോ? ഉവ്വ്, നിങ്ങളോടൊപ്പം ഉള്ള വാസം എനിക്ക് ആനന്ദമല്ലാതെ വേറെ എന്താണ് നൽകുക? ആ ഇളയമ്മേ, ഇതാ നോക്കൂ, അമ്മ എന്തെല്ലാമാ തന്നുവിട്ടതെന്ന്. ഈ വർഷം എല്ലാ വർഷത്തേക്കാൾ കൂടുതൽ ഞാവൽപ്പഴങ്ങൾ കിട്ടി. ഇളയമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പഴം.
കുഞ്ഞിന് എന്തു പേര് വിളിക്കണം? അവൻ യോഹന്നാൻ എന്നു വിളിക്കപ്പെടട്ടെ. യോഹന്നാനോ? സക്രിയ എന്നല്ലേ ഇവൻ വിളിക്കപ്പെടേണ്ടത്? സക്രിയായോട് ചോദിക്കാം. സക്രിയ, എന്തു പേരാണ് കുഞ്ഞിന് വിളിക്കേണ്ടത്? അത്ഭുതം! സക്രിയയും യോഹന്നാൻ എന്ന് തന്നെ പേര് നൽകിയിരിക്കുന്നു. യോഹന്നാൻ, യോഹന്നാൻ, യോഹന്നാൻ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. എൻ്റെ യഹോവയെ, നിന്റെ വചനത്തെ സംശയിച്ച എനിക്ക് നീ മാപ്പേകിയല്ലോ. സക്കറിയ, അങ്ങ് സംസാരിക്കുന്നു. അങ്ങയുടെ നാവിൻ്റെ കെട്ടഴിച്ച യഹോവയ്ക്ക് സ്തുതി. അതെ, എൻ്റെ നാവിൻ്റെ കെട്ട് അവിടുത്തെ ദൂതൻ അരുളി ചെയ്തതുപോലെ അഴിഞ്ഞിരിക്കുന്നു. അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചിരിക്കുന്നു. ആദ്യം മുതൽ തൻ്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അവിടുന്ന് അരുളി ചെയ്തതുപോലെ ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്നവരുടെ കൈകളിൽ നിന്നും അവിടുന്ന് നമ്മെ രക്ഷിക്കും. എന്താണ് അങ്ങ് പറഞ്ഞു വരുന്നത്? ഇവൻ നമ്മൾ കാത്തിരിക്കുന്ന രക്ഷകനാണോ? അല്ല, ഇവൻ എൻ്റെ പ്രിയ മകൻ, അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കുവാൻ അവിടുത്തെ മുമ്പേ ഇവൻ പോകും. അത് അവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ രക്ഷകനെ നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും. പ്രഭാത സൂര്യനെ വെല്ലുന്ന യഹോവയുടെ കാരുണ്യത്തിൻ്റെ ഉദയരശ്മി ഇതാ നമ്മെ സന്ദർശിക്കാൻ ഇനി അധിക സമയമില്ല. ഇരുളിലും മരണത്തിൻ്റെ താഴ്വരയിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും അവരെ സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നയിക്കാനും മകനെ, നിന്നെ ദൈവമായ കർത്താവ് നിയോഗിച്ചിരിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഇളയപ്പ, എത്ര അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാണിത്. അതേ മകളെ, നിന്റെ സാന്നിധ്യം വഴി രക്ഷകന്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നു. ഇനി എല്ലാവരും വന്നാട്ടെ. ജനങ്ങൾ പുറത്ത് കാത്തു നിൽക്കുന്നു. യോഹന്നാനെ കാണാൻ അവർക്ക് തിടുക്കമായി. വരൂ, നമുക്കങ്ങോട്ട് പോകാം. മകളെ മേരി, നീ തനിച്ച് യാത്ര ചെയ്യണമോ? സൂസനെ നിന്റെ കൂടെ അയക്കട്ടെ? ഞാൻ തനിച്ചല്ലല്ലോ ഇളയപ്പ. നോക്കൂ, നമ്മുടെ രക്ഷകനില്ലേ എൻ്റെ ഒപ്പം. ജോവാക്കിനും അൻഡായിക്കും ഞങ്ങളുടെ സ്നേഹാന്വേഷണം നൽകണം. പിന്നെ ജോസഫിന് ഞങ്ങളുടെ സ്നേഹചുംബനം നൽകണം. ശരി ഇളയപ്പ. ഇളയമ്മേ, ഞാൻ ഇറങ്ങട്ടെ. ദൈവം നമ്മോടുകൂടെ. എൻ്റെ ഹൃദയം ശൂന്യമാകുന്നതുപോലെ മേരി, നിന്റെ സാന്നിധ്യം അത്രയധികം ആനന്ദം നൽകി. പോയി വരൂ മകളെ, ദൈവം നമ്മോടുകൂടെ.
മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ആടലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലുവാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ. ഞങ്ങളെ മാനസാന്തരപ്പെടുത്താൻ നീ ആരാണ്? ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ്. അബ്രാഹത്തിന്റെ സന്തതികൾ എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട. ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ചു കഴിഞ്ഞു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീരെറിയപ്പെടും. ഇതാ ഞങ്ങൾ വന്നിരിക്കുന്നു, ഞങ്ങളെ സ്നാനപ്പെടുത്തുവിൻ. വരുവിൻ, മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ. അവന്റെ ചെരുപ്പ് വഹിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരകളിൽ ശേഖരിക്കും. പതിര് കെടാത്ത തീയിൽ എരിയിച്ചു കളയുകയും ചെയ്യും. ഞാൻ നിന്നിൽ നിന്നും സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്റെ പക്കലേക്ക് വരുന്നുവോ? ഇപ്പോൾ നീ ഇത് സമ്മതിക്കുക. അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നോക്കൂ, എന്തൊരു അത്ഭുതം! അതെ അതെ, പ്രാവ്. സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു. ഹെരോദിയ, ഈ സായാഹ്ന സൂര്യന്റെ കിരണങ്ങൾ നിന്റെ കവിളണകളെ രക്തമയമാക്കുന്നു. എന്റെ രാജ്ഞി, നീ അതീവ സുന്ദരിയായിരിക്കുന്നു. എന്റെ പ്രിയനെ, ഈ സായാഹ്ന കിരണങ്ങളെക്കാൾ എന്നെ ആനന്ദിപ്പിക്കുന്നത് അങ്ങയുടെ സാന്നിധ്യമാണ്. അങ്ങയുടെ നയനങ്ങൾ അരുവിക്കരയിലെ പ്രാവുകൾ പോലെയാണ്. പാലിൽ കുളിച്ച് തൂവലൊതുക്കിയ അരിപ്രാവുകളെ പോലെ തന്നെ ഈ കണ്ണുകൾ എന്നെ വിവശയാക്കുന്നു. ഞാൻ അങ്ങയുടെ സ്നേഹാഗ്നിയിൽ കത്തിപ്പടരുകയാണ്. എനിക്ക് നിന്നോടുള്ള പ്രണയം വീഞ്ഞിനേക്കാൾ ലഹരിയേറിയതാണ്. സമുദ്രത്തിന്റെ ആഴിയേക്കാൾ ആഴമേറിയതുമാണ്. പ്രിയേ, ആനന്ദദായിനി, നിന്റെ അഴക് എന്നെ ഭ്രാന്തനാക്കുന്നു. എന്റെ പ്രാണനാഥ, എന്തിനാണ് എന്നെ ഇത്രയേറെ അങ്ങ് സ്നേഹിക്കുന്നത്? അങ്ങയുടെ സഹോദരൻ പീലിപ്പോസ്, എന്റെ മുൻ ഭർത്താവ്, ഒരിക്കലും
ഇത്രയും മാധുര്യം നിറഞ്ഞ വാക്കുകൾ ഉരുവിട്ടിട്ടില്ല. ഇത്രയേറെ സ്നേഹം എന്നിൽ ചൊരിഞ്ഞിട്ടുമില്ല. വരൂ പ്രിയേ, ഈ ഉദ്യാന തണലിൽ നമുക്ക് അല്പം വിശ്രമിക്കാം. ഈ ഇളങ്കാറ്റിന്റെ തലോടലിൽ നമുക്ക് നമ്മുടെ പ്രണയം പങ്കുവെക്കാം. പഴയതെല്ലാം നമുക്ക് മറക്കാം. അല്ലയോ ഹെറോദോസ്, നീ നിന്റെ സഹോദരന്റെ ഭാര്യയെ സ്വന്തമാക്കി ദൈവത്തിന് അപ്രിയമായത് ചെയ്തിരിക്കുന്നു. നിന്റെ മേൽ ദൈവകോപം ആളിക്കത്തട്ടെ. പ്രഭു, അങ്ങ് ദയവായി എന്നെ ശപിക്കരുതേ. അനീതി യോഹന്നാൻ അപ്രിയമാണ്. നാഥ, അങ്ങ് വേദനിക്കരുത്. അയാൾ ആരാ? ഒരു ഭ്രാന്തൻ. ആ നടപ്പും വസ്ത്രവുമൊക്കെ കണ്ടില്ലേ? രാജാവായ അങ്ങ് അയാളെ എന്തിനു ഭയപ്പെടണം? അല്ല പ്രിയേ, അയാളൊരു പ്രവാചകനാണ്, മിശിഹ ആണെന്ന് പലരും പറയുന്നു. ഹേയ്, അയാൾ മിശിഹായൊന്നുമല്ല. അങ്ങ് വരൂ, നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം. ഈ പുഴയോരവും ഈ കിളികളുടെ സംഗീതവും എന്നിൽ രോമാഞ്ചമുണർത്തുന്നു തോഴി. എനിക്ക് നൃത്തമാടാൻ തോന്നുന്നു. കുമാരിയുടെ നടനം ആരുടെ കണ്ണുകൾക്കാണ് ഇമ്പമേകാത്തത്? നൃത്തം എൻ്റെ ലഹരിയാണ്, ഈ പ്രപഞ്ചം അതിനേക്കാൾ. കിളികളെ, നിങ്ങൾ എനിക്ക് വേണ്ടി പാടുമോ? നോക്കൂ, നാം പറഞ്ഞത് കിളികൾ എത്ര ഇമ്പമായി പാടുന്നു. കുമാരി, നേരെ ഇരുട്ടി തുടങ്ങി. രാജ്ഞി അന്വേഷിക്കുന്നുണ്ടാവും. പറയൂ തോഴി, ആരാണ് ഈ സ്നാപകൻ? അമ്മ അയാളെ വെറുക്കുന്നതും ഭയക്കുന്നതും എന്തിനാണ്? അടിയന് അത് പറയാൻ അവകാശമില്ല കുമാരി. പറയൂ തോഴി, അല്ലെങ്കിൽ എനിക്ക് ആ സ്നാപകനെ കാട്ടിത്തരുമോ? എൻ്റെ അമ്മ വേദനിക്കുന്നത് എൻ്റെ പ്രാണൻ പോകുന്ന വേദനയാണ്. അദ്ദേഹം ഒരു പ്രവാചകനാണെന്ന് ജനം പറയുന്നു. കുമാരി വരൂ, നമുക്ക് തിരിച്ചു പോകാം. എനിക്കിവിടം വിട്ടുവരാൻ തോന്നുന്നതേയില്ല. എൻ്റെ ഹൃദയം ഈ കിളികളുടെ ഈണപ്പാട്ടിനോട് ചേർന്ന് താളമിടുന്നു. എങ്കിലും നാളത്തെ സായാഹ്നം വരെ എന്നെ കാത്തിരിക്കുമോ എൻ്റെ കിളിക്കൂട്ടുകാരെ? മഹാരാജാവേ, നാടു നീളെ അങ്ങയെക്കുറിച്ച് അപകീർത്തി പരക്കുന്നു. എന്തപകീർത്തി? അങ്ങും രാജ്ഞിയുമായുള്ള ബന്ധത്തെക്കുറിച്ചേ. എന്ത്? ആരാണിത് പറഞ്ഞു വരുത്തുന്നത്? വേറെ ആരാ? ആ ഭ്രാന്തൻ തന്നെ. നാം എത്ര തവണ പറഞ്ഞു അയാളെ തടവിലാക്കാൻ. പ്രിയേ, അയാളുടെ വാക്കുകൾ കേൾക്കുന്നവർ അനേകരാണ്. പ്രവാചകനെന്നും രക്ഷകനെന്നും കരുതുന്ന ഇയാളെ തടവിലാക്കിയാൽ ജനങ്ങൾ രാജ്യത്തിനെതിരെ തിരിയുവാൻ സാധ്യതയുണ്ട്. എന്റെ കിരീടം നഷ്ടമാകും. അങ്ങ് അത് പരസ്യമായി ചെയ്യേണ്ട. അങ്ങയെ മുഖം കാണിക്കാൻ ഉത്തരവിടുക. വന്നു കഴിയുമ്പോൾ കുറ്റം ചുമത്തി തടവിലാക്കുക. ഹെറോദിയ, നിന്റെ ബുദ്ധി അപാരം തന്നെ. ആരവിടെ? മഹാരാജാവേ, അടിയൻ ഇവിടെ തന്നെയുണ്ട്. പോയി സ്നാപകനെ കൂട്ടി വരിക.
ആരാണ് നീ? ഞാൻ ക്രിസ്തുവല്ല. എങ്കിൽ പിന്നെ നീ ആരാണ്? നീ പ്രവാചകനാണോ? അല്ല. ഞങ്ങളെ അയച്ചവരോട് ഞങ്ങൾ എന്തു പറയണം? മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് ഞാൻ. നീ ക്രിസ്തുവുമല്ല, പ്രവാചകനുമല്ല. പിന്നെ നീ എന്തുകൊണ്ട് സ്നാനം നൽകുന്നു? ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകുന്നു. എന്നാൽ നിങ്ങളുടെ മധ്യത്തിൽ ഒരുവനുണ്ട്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനപ്പെടുത്തും. ഇതാ, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണെന്ന് പറഞ്ഞത് ഇവനെപ്പറ്റിയാണ്. എനിക്ക് മുമ്പേ ഇവൻ ഉണ്ടായിരുന്നു. ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകുവാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവിറങ്ങി വന്ന ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. റബ്ബി, മഹാരാജാവിനെ മുഖം കാണിക്കാൻ കൽപ്പനയായിരിക്കുന്നു. ന്യായവും നീതിയും മാത്രം പ്രസംഗിക്കുന്ന ഞാൻ എന്തിന് രാജാവിന് മുഖം കാണിക്കണം? അങ്ങ് ദയവായി എൻ്റെ കൂടെ വരിക, അല്ലെങ്കിൽ എനിക്ക് കൽപ്പന പ്രകാരം ബലമായി പിടിച്ചുകൊണ്ടു പോകേണ്ടി വരും. പ്രിയ കലാസ്നേഹികളെ, അടുത്ത ഒരു രംഗത്തോടുകൂടി ഈ നാടകം ഇവിടെ അവസാനിക്കുകയാണ്. ഇതാ, ഞങ്ങൾ കഥാപാത്രങ്ങളെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. സ്നാപക യോഹന്നാൻ, വിൽസൺ നെച്ചിക്കാർഡ് ആൻഡ് ടോമി അജയ്. ജീസസ്, ടിജി തോമസ്. മേരി, റീന ബിജി. എലിസബത്ത്, മിനി ജോർജ് കാട്ടുകാരൻ. സക്കറിയ, ടോമിച്ചൻ പുത്തൻപുരയ്ക്കൽ. സൂസന്ന, മിനി ഫ്രെഡി. പ്രീസ്റ്റ്, നവീൻ സാവിയോ. ഹെറോദ്, റോയി മക്കാഡത്ത്. ഹെറോദിയ, ബിന്ദു ടിച്ചി. സലോമി, റോസൻ ഫിലിപ്പ്. കിങ്സ്, ജോസ് ആൻഡ് ജോളി കുപ്പമല. ജയേഷ് ആൻഡ് സിജി. സജി ആൻഡ് ലെറ്റി പുത്തമ്പുരയ്ക്കൽ. സലോമിയുടെ തോഴി നിവ്യ സാവിയോ. ഫാരസി, ബിജി ആന്റണി. പടയാളികൾ ജോസഫ് മാത്യു ആൻഡ് രാജു. യോഹന്നാന്റെ ശിഷ്യന്മാർ ടോണി ജോൺ ആൻഡ് ഫ്രെഡി പുരയ്ക്കൽ. ഡാൻസേഴ്സ് മരിയ തോമസ്, മരിയ സജി, മെറിൻ ജോർജ്. ക്രൗഡ് ലിനി ജിജോ, ഫിലോമിന ആന്റണി, ടെസ്സ തോമസ്. ടെക്നിക്കൽ സപ്പോർട്ട് ടോം പഴനിലം. സ്റ്റേജ് സെറ്റിംഗ്സ് ആന്റൺ ആലങ്കാടൻ, ഫിലിപ്പച്ചൻ and entire drama team.
ഹെറോദോസ് രാജാവ് നീണാൾ വാഴട്ടെ. സ്വാഗതം, സ്വാഗതം. വന്നാലും ആസനസ്ഥനായാലും ഈ ആഘോഷത്തിൽ പങ്കുചേരാൻ സാധിക്കുന്നത് ഞങ്ങൾക്ക് ആനന്ദം തന്നെ. വരൂ പേർഷ്യ രാജാവേ, വന്നാലും. ഹെറോദസ് രാജാവേ, ജന്മദിനാശംസകൾ. രാജാവ് കുറെ കൂടി ചെറുപ്പമായതുപോലെ. അതെ അതെ, നാമും അത് പറയണമെന്ന് വിചാരിച്ചതാ. മഹാരാജാവ് ചെറുപ്പമാകാൻ കാരണമെന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അത് പറയണോ? ഈ രാജ്ഞിയുടെ സാന്നിധ്യവും സ്നേഹവും തന്നെ. നാം സന്തുഷ്ടനായി. നിങ്ങളുടെ നല്ല വാക്കുകൾ എന്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. വന്നാലും വന്നാലും നാം നോക്കിയിരിക്കുകയായിരുന്നു. കിഴക്ക് നിന്ന് ഇവിടെ എത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഹേയ്, അങ്ങയുടെ ഈ ജന്മദിന സൽക്കാരത്തിൽ പങ്കെടുക്കുവാൻ നമുക്കെന്ത് ബുദ്ധിമുട്ട്. വന്നാലും ഉപവിഷ്ടനായാലും രാജ്ഞി അതീവ സുന്ദരി ആയിരിക്കുന്നുവല്ലോ. അല്ല, എന്താണ് ഇന്നത്തെ നമുക്കുള്ള രാജകീയ സൽക്കാരം? അത് പറയാനുണ്ടോ? എപ്പോഴും ഒരു പടി മുന്നിലല്ലേ ഹെറോദസ് രാജാവിന്റെ സ്വീകരണം. നമ്മുടെ ജന്മദിനത്തിൽ രാജ്ഞിയുടെ മകൾ സലോമി നിങ്ങളുടെ കണ്ണുകളെ അവളുടെ നടനത്താൽ വിസ്മയിപ്പിക്കും. എവിടെ സലോമി?
ബേഷ് ബേഷ്. ഇത്രയും മനോഹരമായി നടനമാടിയ സലോമി, നിനക്കെന്ത് വേണം? എന്തും ചോദിച്ചോളൂ. ഈ രാജ്യത്തിന്റെ പകുതി പറയൂ സൗന്ദര്യവതി. ഞാൻ അമ്മയോട് ചോദിക്കട്ടെ. ഇതാണ് ഏറ്റവും നല്ല അവസരം. എന്നെ ഭയപ്പെടുത്തുന്ന ആ സ്നാപകന്റെ മരണം. അമ്മേ, ഞാൻ എന്താണ് ചോദിക്കേണ്ടത്? മകളെ, നീ ചോദിക്കേണ്ടത് അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ്. എന്താണമ്മേ? അമ്മയുടെ ഇഷ്ടം എന്റെയും ഇഷ്ടമല്ലേ? ആ സ്നാപകന്റെ ശിരസ്. അമ്മേ, അമ്മ എന്താണ് ഇത് ആവശ്യപ്പെടുന്നത്? വേണ്ടമ്മേ, അദ്ദേഹം ഒരു ദൈവിക മനുഷ്യനാണ്, പ്രവാചകൻ. അയാൾ ജീവിച്ചിരിക്കുന്നത് എനിക്ക് ആപത്താണ്. നന്മ ചെയ്യാനും പാപത്തിൽ നിന്ന് അകലാനുമാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. അല്ല മോളെ, അയാൾ എന്നെ വ്യഭിചാരിണിയായി കാണുന്നു. മോശയുടെ നിയമപ്രകാരം ജനങ്ങൾ എന്നെ കല്ലെറിഞ്ഞു കൊല്ലും. അയ്യോ അയ്യോ, എനിക്കവരുടെ ആരവം കേൾക്കാം. മകളെ, ഈ അമ്മയുടെ ജീവന് വേണ്ടി നീ ഇത് ആവശ്യപ്പെടണം. ശരി അമ്മേ, അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇത് ആവശ്യപ്പെടാം. മഹാരാജാവേ, അങ്ങയുടെ നല്ല മനസ്സിന് നന്ദി. എനിക്ക് വേണ്ടത് ആ സ്നാപകന്റെ ശിരസാണ്. എന്ത്? സ്നാപകന്റെ ശിരസോ? കുമാരി, നിനക്ക് വേറൊന്നും ചോദിക്കാനില്ലേ? ഇതൊഴിച്ച് വേറെ എന്തും ചോദിച്ചോളൂ. ഈ രാജ്യം മുഴുവൻ നിനക്ക് ഞാൻ തരാം. വേണ്ട, വേറൊന്നും എനിക്ക് വേണ്ട. ആ സ്നാപകന്റെ ശിരസ് ഒരു വെള്ളിത്തളികയിൽ വെച്ച് എനിക്ക് തരിക. സലോമി, ഒന്നുകൂടി ആലോചിക്കൂ. അല്ലയോ ഹെറോദോസ് രാജാവേ, വാക്ക് പാലിക്കുവാൻ അങ്ങ് കടപ്പെട്ടവനാണ്. അതെ അതെ, രാജാവ് വാക്ക് പാലിക്കണം. സ്നാപകന്റെ ശിരസ് ചോദിച്ചത് വളരെ ക്രൂരമായി. രാജ്യം മുഴുവൻ നൽകാമെന്ന് ഹെറോദേസ് വാഗ്ദാനം ചെയ്തതല്ലേ? പെണ്ണിന്റെ ഒരു കപട ബുദ്ധി. ആരവിടെ? കുമാരിയുടെ ആഗ്രഹപ്രകാരം സ്നാപകന്റെ ശിരസ് ഒരു വെള്ളിത്തളികയിൽ കൊണ്ടുവരൂ. അവിടുത്തെ കൽപ്പന പോലെ. എന്തായാലും ഇതല്പം കഠിനമായി പോയി. അല്ല, രാജാവ് തന്റെ വാക്കു പാലിക്കേണ്ടതല്ലേ? ഇതെല്ലാം ഹെറോദ്യ രാജ്ഞിയുടെ തന്ത്രങ്ങളാണ്. നമുക്കറിയില്ലേ രാജ്ഞിയെ? ഒന്ന് പതിയെ പറയ്, ദാ വരുന്നുണ്ട്. വേണ്ട, വേണ്ട, എനിക്ക് വേണ്ട. അമ്മയ്ക്ക് കൊടുക്കൂ. പ്രവാചകൻ, എന്നെ തിരുത്താൻ വന്നവൻ. ഇനി ഞാൻ സ്വതന്ത്രയായി. ഹെറോദേസിന്റെ രാജകൊട്ടാരം സ്നാപകന്റെ രക്തക്കറ കൊണ്ട് കളങ്കിതമായി. രാജകുടുംബം ഒന്നടങ്കം ശാപത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. രക്ഷകന്റെ ജനനത്തെ പരിചയപ്പെടുത്തുകയും അനീതിക്കെതിരെ പോരാടുകയും ചെയ്തുകൊണ്ട് തന്റെ ദൗത്യം സ്നാപകൻ പൂർത്തിയാക്കി. ഈ സ്നാപകൻ ഇന്നും നമുക്ക് വഴികാട്ടിയായി നിലകൊള്ളുന്നു.